നമസ്കാരം. പെണ്ണ് കേസും പോക്സോ കേസും കാപ്പയും കഞ്ചാവുമൊന്നും ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അപമാനമുണ്ടാക്കുന്നതോ വിപ്ലവത്തിന് വിഘ്നം വരുത്തുന്നതോ ആയ സംഗതികളല്ല. അതുകൊണ്ട് തന്നെ സ്കൂളിൽ പ്രവേശനോത്സവത്തിന് ഒരു പോക്സോ കേസിലെ പ്രതി പങ്കെടുത്ത് പ്രസംഗിക്കുന്നതൊന്നും അത്ര ഗൗരവമുള്ള കുറ്റമായി നമ്മൾ കാണേണ്ടതുമില്ല. മുകേഷ് നായർ എന്ന പേരിൽ മഹാനായ ഒരു വ്ളോഗറുണ്ട് നമ്മുടെ നാട്ടിൽ. ഒരു സിനിമാ താരത്തിന് കിട്ടുന്നതിനേക്കാൾ വലിയ പ്രശസ്തിയും പ്രതാപവുമുള്ള ആളാണ് അദ്ദേഹം. എന്നാൽ കോവളത്തെ റിസോർട്ടിൽ റീൽസിൻ്റെ ചിത്രീകരണത്തിനിടയിൽ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന പരാതിയിൽ ഇയാൾക്കെതിരെ പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുത്തിരിക്കുകയാണ്. ഈ കേസിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയുമാണ്. ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതുകൊണ്ട് മാത്രമാണ് ഇയാൾ വെളിച്ചം കാണുന്നത്. അങ്ങനെ ഇരിക്കെ അതാ മഹാനായ മുകേഷ് നായരെ സ്കൂളിൻ്റെ പ്രവേശനോത്സവത്തിൽ രാജകീയമായി പെരുമ്പറ കൊട്ടി എഴുന്നള്ളിച്ച് സ്വീകരിച്ചു കൊണ്ടുവന്നു. അയാൾ കുട്ടികൾക്ക് ക്ലാസും എടുത്തു. പോക്സോ കേസിൽ പ്രതിയാണെന്ന് അധ്യാപകർക്ക് അറിയില്ലായിരുന്നു പോലും. പാവപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ ബാഗുമായി ഒരു മഹാനായ ദാനധർമ്മി വരുന്നു എന്ന് കേട്ടപ്പോൾ അതേത് നാറിയാണെന്ന് എന്തിന് അവരന്വേഷിക്കണം? കാപ്പയോ കഞ്ചാവോ പോക്സോയോ ഏത് അധമനായാലും വേണ്ടില്ല, പരിപാടികൾ ഗംഭീരമാകണം. സംഘാടകരും സ്കൂളിൻ്റെ PTA ഒന്നും ഈ വിഷയത്തിൽ യാതൊരു വിധമായ അന്വേഷണവും നടത്തിയില്ല. ഇയാൾ പരിപാടി ഗംഭീരമാക്കി പോയി കഴിഞ്ഞപ്പോഴാണ് വിഷയം ചർച്ചയായതും മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടതും. സാധാരണ സ്കൂളിലെ പ്രവേശനോത്സവത്തിന് നാട്ടിലുള്ള കവികളോ കലാകാരന്മാരോ പൂർവ്വ വിദ്യാർത്ഥികളോ ഒക്കെയാണ് പങ്കെടുക്കാറുള്ളത്. സ്കൂൾ അധികൃതർ വേണ്ടത്ര ശുഷ്കാന്തി കാണിച്ചില്ല എന്നാണ് മന്ത്രി ശിവൻകുട്ടി മാമൻ ഇപ്പോൾ പറയുന്നത്. അങ്ങയുടെ ശുഷ്കാന്തിയും നിയമസഭയിലെ അഭ്യാസ പ്രകടനവും ഗംഭീരമായിരുന്നല്ലോ. അത് കാണുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് വല്ലാത്തൊരു ത്രില്ലാണ്. കള്ളും കഞ്ചാവും അടിച്ച് പുലിപ്പല്ലും അണിഞ്ഞ് തെറിപ്പാട്ടുമായി നടക്കുന്ന വേടൻ നിങ്ങൾക്ക് നവോത്ഥാനത്തിൻ്റെ ശുക്ര നക്ഷത്രമാണല്ലോ ഇപ്പോൾ. അയാൾക്കെതിരെ മീറ്റു ആരോപണങ്ങളുമുണ്ട്. വേടനാണ് പ്രവേശനോത്സവത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തതെങ്കിൽ സർക്കാർ അഭിമാനിച്ചേനെ. ഒരിടത്ത് കണ്ണൂരെ പെട്രോൾ പമ്പ് ദിവ്യയും പരിപാടിയിൽ പങ്കെടുത്തു. ഇനി പെണ്ണുകേസിൽപ്പെട്ട വേറെയും വീരന്മാർ സാംസ്കാരിക പ്രഭാഷണങ്ങളും പ്രവേശനോത്സവങ്ങളും കാര്യപരിപാടികളുമായി നമുക്കിടയിൽ അന്തസ്സോടെ ജീവിക്കുന്നുണ്ടല്ലോ. മുകേഷ് നായർ പോക്സോ കേസിൽ പ്രതിയാണെങ്കിൽ നായരല്ലാത്ത മറ്റൊരു മുകേഷ് നമുക്കൊപ്പമുണ്ട്. അതിയാൻ ഏതെങ്കിലും പ്രവേശനോത്സവത്തിലോ സാംസ്കാരിക പരിപാടിയിലോ പങ്കെടുത്തതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടോ ഈ സർക്കാർ? അദ്ദേഹം MLA ആണല്ലോ. മുകേഷ് MLAക്ക് പീഡനക്കേസിൽ കുറ്റപത്രമായിട്ടും അതിയാൻ ഇപ്പോഴും മറ്റുള്ളവരോട് അന്തസ് വേണമടാ അന്തസ് എന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുകയാണ്. ഈ പീഡനവീരന്മാരെയും പോക്സോ പ്രതികളെയും കാപ്പകളെയും പുലിപ്പല്ലിനെയും കഞ്ചാവിനെയും ഒക്കെ എഴുന്നള്ളിച്ചു കൊണ്ട് നടക്കുന്ന മന്ത്രിമാരും CPMകാരും അറിയാൻ ഒരു പഴയ സംഭവം ഓർമ്മിപ്പിക്കാം. വിതുര പെൺവാണിഭ കേസിൽ പ്രതിയായതിനെ തുടർന്ന് നടൻ ജഗതി ശ്രീകുമാറിനോട് VS അച്യുതാനന്ദന് അനിഷ്ടമുണ്ടായി. ജഗതി ഭൂട്ടാൻ ലോട്ടറിയുടെ പരസ്യത്തിൽ അഭിനയിച്ചതിനെതിരെ VS ആഞ്ഞടിച്ചു. അതോടെ ആ പരസ്യത്തിൽ നിന്നും പാവം ജഗതി പിന്മാറി. VS മുഖ്യമന്ത്രിയായിരിക്കെ ഖാദിയുടെ പ്രചാരണത്തിനായി ഒരു പരിപാടി സംഘടിപ്പിച്ചു. അതിൽ ജഗതിയെ ക്ഷണിച്ചതിൽ VS വീണ്ടും ഇടഞ്ഞു. ജഗതിക്ക് വസ്ത്രം കൈമാറി കൈത്തറി പ്രചാരണം ഉദ്ഘാടനം ചെയ്യുന്നതായിരുന്നു പരിപാടി. എന്നാൽ ജഗതിക്ക് വസ്ത്രം കൊടുക്കാൻ VS തയ്യാറായില്ല. പകരം കായിക താരം അഞ്ജു ബോബി ജോർജിന് നൽകി ഉദ്ഘാടനം ചെയ്തു. അതായിരുന്നു VS അച്യുതാനന്ദൻ. ജഗതിക്ക് വല്ലാത്ത ദുഃഖമുണ്ടായെങ്കിലും അപമാനിക്കപ്പെട്ടിട്ടും പരസ്യ പ്രസ്താവനയ്ക്കൊന്നും അദ്ദേഹം മുതിർന്നില്ല. പകരം മധുരമായി പകരം വീട്ടി. തനിക്ക് ലഭിച്ച സംസ്ഥാന സിനിമാ അവാർഡ് VSൻ്റെ കയ്യിൽ നിന്നും കൈപ്പറ്റാൻ അദ്ദേഹവും വിസമ്മതിച്ചു. ജഗതി ശ്രീകുമാർ വിതുരക്കേസിൽ കുറ്റവിമുക്തനായ ശേഷമാണ് വാഹനാപകടത്തിൽപ്പെട്ടത്. നിലപാടും മനുഷ്യത്വവും രണ്ടാണെന്ന് ബോധ്യമുണ്ടായിരുന്ന VS അന്ന് ജഗതിയെ മിംസ് ആശുപത്രിയിൽ സന്ദർശിച്ചു. അതോടെ അവർക്കിടയിലുള്ള പരിഭവങ്ങൾ തീർന്നു. ഇന്ന് VS മുഖ്യമന്ത്രി കസേരയിൽ ഉണ്ടായിരുന്നെങ്കിൽ ശശിമാരും മുകേഷുമാരും കഞ്ചാവും കാപ്പയുമൊക്കെ അടിച്ച മുറ്റത്ത് കയറില്ലായിരുന്നു. ശശിമാര് വേറെ വല്ല പണിക്കും പോയേനെ. കഞ്ചാവ് കേസിലെ പ്രതി ലഹരിമുക്ത ജാഥ നയിക്കുന്ന നാട്ടിൽ കഴിഞ്ഞുകൂടുന്നവരാണ് നമ്മൾ. പെണ്ണുകേസിലെ പ്രതികളായ MLAമാർ നിയമനിർമ്മാണ സഭയിലിരിക്കുന്നു. എൻ്റെ കേരളം എത്ര സുന്ദരം. നന്ദി.